ഞാനെപ്പോഴും ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്വതന്ത്ര ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം. നാട്ടിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അത് സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം ഈ കാലഹരണപ്പെടാതെ നിൽക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് തുടങ്ങിയ സംഭാഷണങ്ങൾ ഒരു തലമുറയും കടന്ന് അടുത്ത തലമുറയിലേക്ക് പകരുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഇത് ശ്രീനിവാസനാണ് അതിൻ്റെ ക്രെഡിറ്റ്. കാരണം ഇങ്ങനെയുള്ള ഒരു ഡയലോഗ് ഞാൻ ചെയ്തിട്ടുള്ള ആകെ കൂടിയിട്ടുള്ളത് എന്താ വിജയം നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് സാർ. അത് 2-3 സീനിൽ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് അതൊരു ഫ്രൈസ് ആയിട്ട് മാറിയത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ചില ശ്രീനിവാസന്റെ ചില ഡയലോഗ്സിൽ ശ്രീനിവാസൻ ആഡ് ചെയ്യുന്ന ചില കുസൃതികളുണ്ട്. അതാണ് ഇത് ഹിറ്റാവാൻ കാരണം. ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതോടുകൂടി അത് വേറൊന്നതായി. ഇപ്പം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് പറയുന്ന ഡയലോഗിൻ്റെ എത്ര മനോഹരമായ സ്വപ്നം എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ല. എത്ര മനോഹരമായ സ്വപ്നം, എത്ര മനോഹരമായ നടക്കാത്ത എന്ന് ശ്രീനിവാസന്റെ ആഡ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ലൈഫിലുള്ളതാണല്ലോ. അല്ലാതെ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളതാണ്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം എഴുതുന്നത് അവിടെ വെച്ചിട്ട് അപ്പൊ എഴുതിയതാണ്. അപ്പൊ അത് ഈ ഉത്തരം മുട്ടുമ്പോഴുള്ള പരിപാടിയാണ്. ഇപ്പൊ നമുക്ക് പോളണ്ട് എന്ന് സംബന്ധിച്ചു പോളണ്ടിനെ പറ്റി ഒരക്ഷരം എഴുതുന്നത്, പിന്നെ അവനെ സംസാരിച്ച് ഫൈറ്റ് ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ എഴുതുന്ന സമയത്തോ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ വിചാരിക്കുന്നില്ല ഇത് കുറെ കാലങ്ങളോളം നിലനിൽക്കാൻ പോകുന്നതാണ് നമ്മൾ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ എടുക്കുന്ന വർഷം ആളുകൾക്ക് അത് ഇഷ്ടമാണെന്ന് മാത്രമേ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൂ. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ അത് ആവുന്നത് നമ്മുടെ ഒരു യോഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാൻ പറ്റും. എന്നിൽ ഒരു സംവിധായകനുണ്ട്, എൻ്റെ വഴി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അതാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യം. അന്തിക്കാട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. നിങ്ങളിപ്പോൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രാമത്തിൽ കുറച്ച് വലുപ്പം കൂടി നോക്കുള്ളൂ. ഇതിനേക്കാൾ ചെറിയ ഗ്രാമമാണ്. ഇത് കർഷക ഗ്രാമമാണ്. ഇവിടെ ഒരു കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ സംവിധായകനാവണമെന്നാണ്. അത് എന്തുകൊണ്ടാണ്? പഠിക്കുമ്പോഴേ ഉണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ട്. അതായത് ഇപ്പോൾ ഞാനിവിടെ അന്നൊക്കെ ഇവിടെ ഓല ടാക്കീസൊക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ സിനിമ കാണാൻ കൊണ്ടുപോയാൽ ഞാൻ നോക്കുന്ന ഈ പ്രോജക്റ്റിലേക്കൊക്കെയാണ്. ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഈ ആളുകൾ എങ്ങനെയാണ് സ്ക്രീനിൽ വരുന്നത്, പുക പോലെ വരുന്നു. അപ്പോൾ എപ്പോഴോ അത് അറിയാതെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് എനിക്ക് പരിചയക്കാരുള്ള ആയിട്ട് ആരുമില്ല. ഒരു വലിയ കലാകുടുംബത്തിൽ നിന്ന് പറഞ്ഞ ഒരാളൊന്നുമല്ല ഞാൻ. എങ്ങനെ സിനിമാ രംഗത്തേക്ക് എങ്ങനെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു ഡ്രീമാണ് ഫിലിം മേക്കിംഗ് എന്നുള്ളത്. അത് അപ്പം നമുക്ക് അവിടെയാണ് ഈ പറഞ്ഞ് ക്ലീശയായിട്ടുള്ള പൗലോ കൊയ്ലോയുടെ ഡയലോഗ് ഓർമ്മ വരുന്നത്. കാര്യം ഒരു മനസ്സിലൊരു മോഹം വിതയ്ക്കുന്ന വിധിയാണ്. അത് ആത്മാർത്ഥമാണെങ്കിൽ പ്രകൃതി മുഴുവൻ അത് നിറവേറ്റാൻ കൂടെ നിൽക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കാം. കാര്യം മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരികയാണ്. ഞാൻ പലപ്പോഴും ഈ സ്കൂൾസിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് പറയും നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണെന്നാണ്. അപ്പോൾ ഇന്ന് വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ലക്ഷ്യമല്ലേ നമുക്ക് പലപ്പോഴും ഉള്ളൂ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെയാണല്ലോ നമുക്ക് ചെറുപ്പം മുതൽ. പിന്നെ സാഹിത്യത്തിനോടൊരു അഭിരുചി നേരത്തെ വായന അത് വലിയ ഘടകമാണ്. ഞാൻ ഈ സ്കൂൾ കാലം തൊട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ മാതൃഭൂമിയിൽ കുഞ്ഞിന് മാഷായിട്ട് ബന്ധപ്പെടുകയും മാഷക്ക് കുഞ്ഞിന് മാഷാണെന്ന് അറിഞ്ഞിട്ടല്ല, കുട്ടാട്ടൻ എന്നുള്ള ഒരു ഇതിലേക്ക് കഥകൾ അയക്കുകയും ഒരു 10 അയച്ചു കൊടുക്കുമ്പോൾ 1 പ്രസിദ്ധീകരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹിത്യത്തിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. ഒന്ന് വായിക്കലും ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അന്ന് എനിക്ക് സമാന ചിന്താഗതിക്കാരായ കുട്ടികളുണ്ടായിരുന്നു, കൂട്ടുകാർ. അപ്പോൾ ഞങ്ങളിവിടെ ആ പ്രായത്തിൽ തന്നെ നമ്മളൊരു ചിൽഡ്രൻസ് ലൈബ്രറി ഉണ്ടാക്കി, മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ പേരിൽ ലൈബ്രറി ഉണ്ടാക്കി. അങ്ങനെ വായന, സാഹിത്യം ഡിസ്കഷൻ ഉണ്ട് അന്നൊക്കെ. MT വാസുദേവൻ നായരാണ് റോൾ മോഡൽ. അപ്പോൾ MT സിനിമാക്കാരനാണ്. അതും ചിലപ്പോൾ നമ്മളെ സ്വാധീനിച്ചിരിക്കാം. MT വാസുദേവൻ നായരാണ് ഈ മഞ്ഞും കാലവും ഒക്കെ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു. ഞാനൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ള പുസ്തകം മഞ്ഞായിരുന്നു. മഞ്ഞ ആ കാലത്ത് എല്ലാവരും ഇപ്പോഴും നമുക്ക് മഞ്ഞിലെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് മറ്റുള്ള വരികൾ നമ്മൾക്ക് ഇപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്.
ചില വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ ആ മഹാസിദ്ധി സിദ്ധി മറന്നു നഷ്ടപ്പെട്ടു. മറ്റതുപോലെ ഉണ്ടല്ലോ ഈ സുധീർ കുമാർ മിശ്രയും ഇവളുമായിട്ടുള്ള ആദ്യത്തെ ഒരു സംഗമത്തിന്റെ ചിത്രം പുള്ളി എഴുതുന്നത്, ഉയരുകയും താഴുകയും ചെയ്യുന്ന കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ വട്ടം വീശി വിടരുന്ന ഓളങ്ങളുടെ മധ്യത്തിൽ താണുപോയ ഒരു കല്ലിന്റെ അവ്യക്ത സ്ഥാനം പോലെ ഒരു ഓർമ്മ മാത്രമുണ്ട്. എന്തൊരു എഴുത്താണെന്നൊക്കെ. വട്ടം വീശി വിടരുന്ന ഓളങ്ങളുടെ മധ്യത്തിൽ താണുപോയ ഒരു കല്ലിന്റെ അവ്യക്ത സ്ഥാനം പോലെ ഒരു ഓർമ്മ മാത്രമുണ്ട് എന്നാണ്. MT തന്നെ അറിയാതെ എഴുതി പോകുന്ന വാചകങ്ങളായിരിക്കും. അല്ല, കാലത്തിന്റെ പാറക്കെട്ടുകളിൽ മഞ്ഞുരുകുന്നു, വീഴുന്നു, തണുത്തുറഞ്ഞ കെട്ട പിടിക്കുന്നു, വീണ്ടും നമ്മളെല്ലാം വീണ്ടും കാത്തിരിക്കുന്നു. അപ്പോൾ മഞ്ഞൊക്കെ നമ്മുടെ മനസ്സിൽ ഉരുവിട്ട് നടന്ന ഇതൊക്കെ ആ കാലത്ത് വായിച്ചിട്ടുള്ള ഓർമ്മയാണ്. അതിപ്പോഴും ഞാൻ കിടക്കുന്നു. ചില ക്ലാസ്സുകളൊക്കെ എടുക്കപ്പോഴെല്ലാം ഞാൻ പറയും, നിങ്ങൾ ഈ മഞ്ഞൊന്ന് വായിച്ച് നോക്കണം. പോയറ്റിക് ആയിട്ടുള്ള. വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വായിക്കാനുള്ളൊരു പ്രേരണയുണ്ട്. അതെ അതെ അതെ. വിപിൻ മോഹൻ ആണ് നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ്, സന്ദേശം, പിൻഗാമി, തൂവൽ കൊട്ടാരം, നരേന്ദ്രൻ്റെ മകൻ ജയകാന്തൻ എന്നീ പ്രശസ്തമായ സിനിമകളുടെ എല്ലാം ദൃശ്യഭാഷ അതിമനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ കൂട്ടുകെട്ട് എങ്ങനെയാണ് രൂപപ്പെട്ടത്? വിപിൻ ആദ്യം വരുന്നത് TP ബാലഗോപാലൻ അമ്മ എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ അതുവരെയും ആനന്ദക്കുട്ടനായിരുന്നു എൻ്റെ ക്യാമറമാൻ. ആനന്ദക്കുട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ജയനം വിൻസെൻ്റ് ഉണ്ട്. അപ്പോൾ വിപിൻ മോഹൻ വരുന്നത് ബാലഗോപാലനാണ്. ബാലഗോപാലൻ എൻ്റെ ഒരു സിനിമാ ജീവിതത്തിലെ ഒരു രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം എന്ന് പറയാം. ശ്രീനിവാസൻ, മോഹൻലാൽ, വിപിൻ മോഹൻ, ഞാനും ഞങ്ങളെല്ലാം 4 പേരും കൂടി ഒന്നിച്ച ആദ്യത്തെ സിനിമ ബാലഗോപാലനാണ്. അപ്പോൾ ബാലഗോപാലൻ സമയത്ത് തൊട്ട് നമുക്ക് മനസ്സിലാവുന്നത്, വിപിൻ അതിനു മുമ്പേ എൻ്റെ ഫ്രണ്ടാണ്. വിപിൻ ആദ്യമായിട്ട് ക്യാമറ പഠിക്കാൻ വരുന്നത് ഞാൻ സഹസംവിധാനായ ഒരു സിനിമയിലായിരുന്നു, സരിത എന്നൊരു സിനിമയിലായിരുന്നു. അന്നാണ് വിപിൻ ആദ്യമായിട്ട് ക്യാമറ പഠിക്കാൻ മധു അമ്പാട്ടിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ വിപിനായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാവുകയും അപാര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് വിപിൻ. ഫോട്ടോഗ്രാഫിയൊക്കെ കൂടുതൽ എൻ്റെ സ്ക്രിപ്റ്റിന് നിങ്ങളുടെ ടീമിന് പറ്റിയ ആളാ. ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ക്യാമറ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വിപിൻ വരിക, സിനിമ ഡിസ്കഷൻ ഞങ്ങളുടെ കൂടെ കൂടും. എന്നിട്ട് തിരക്കഥ എഴുതുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ചില സീൻസ് ശരിയല്ലെങ്കിൽ അത് പറയും ഓപ്പറായിട്ട്. വിപിൻ ഒരു നമ്മുടെ സിനിമയുടെ ഒരു അവിഭാജ്യകര. അതിൻ്റെ കൂടെ പുള്ളി ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഡയറക്ഷൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെയും ഒക്കെ കൂടെയുള്ള ഒരു വലിയ ശക്തിയായിരുന്നു വിപിൻ. അപ്പോൾ അതുകൊണ്ടാണ് വിപിനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ 30 സിനിമകളോളം വർക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ ഒരു 15-20 സിനിമ കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും, ഫോട്ടോഗ്രാഫി ടെക്നോളജിയിൽ വരുന്ന മാറ്റം ഭയങ്കരമാണ്, ഒന്ന് മാറ്റി പിടിക്കില്ല. അപ്പോൾ ഞാൻ മാറ്റാറില്ല, കാരണം ഇയാളെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ മനസ്സിനക്കരെ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയം വന്നപ്പോൾ വിപിൻ ഒരു സിനിമ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ പോയി. പട്ടണത്തിൽ സുന്ദരൻ സിനിമ പുള്ളി പൂണില്ലാന്ന് പറഞ്ഞു, ഞാൻ നിർബന്ധിച്ചിട്ട് അയച്ചതാണ്. അപ്പോഴാണ് അഴകപ്പൻ വന്നിട്ട് മനസ്സിനക്കരെ ചെയ്തത്. അപ്പോൾ അതിൽ വേറൊരു കാഴ്ച കിട്ടുകയാണ് ഒരു ക്യാമറാമാൻ്റെ. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് വേറൊരു ലുക്കും കൂടി കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ വിപിനെ മാറ്റുക. അല്ലാതെ വിപിനെ ഒരിക്കലും എനിക്ക് പ്രിയപ്പെട്ടവനല്ലാതായി മാറിയിട്ടില്ല. കാര്യം ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന ജോൺസനെ പോലെ ഒരു സാറൊരു സിനിമ എടുക്കപ്പോഴേ അഭിനയിക്കേണ്ട ആൾക്കാർ, പാടേണ്ട ആളുകൾ, ഫോട്ടോഗ്രാഫി, ഇതെല്ലാം ഇങ്ങനെ മനസ്സിനകത്ത് പൊതുവെ സംഗീതം, ഒക്കെ ഒരു ടീമാണ്, ഒരു കുടുംബം. മറ്റേ നമ്മുടെ നാടക സംഘം പോലെയാണ് കൊണ്ടുപോകാറുള്ളത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ അവാർഡുകൾ ഒരു പ്രചോദനമായിട്ടാണോ ബാധ്യതയായിട്ടാണോ അനുഭവം? പ്രചോദനം തന്നെയാണ്. അവാർഡുകൾ എപ്പോഴും പ്രചോദനം തന്നെയായിട്ടാണ് നമുക്ക്. കാര്യം അവാർഡുകൾ മുൻനിർത്തിക്കൊണ്ടല്ല ഇന്ന് വരെ ഒരു സിനിമ ഒരു അവാർഡ് കിട്ടി, അടുത്തൊരു സിനിമ എടുക്കുമ്പോൾ ഞാൻ അവാർഡ് കിട്ടിയ ഒരാളാണ്, തീരെ മോശമാക്കാൻ പാടില്ല എന്നൊരു ചിന്ത സ്വാധീനിച്ചിട്ടുണ്ടോ? അതിനൊക്കെ കൂടുതൽ സ്വാധീനിക്കുക കഴിഞ്ഞ സിനിമ 100 ദിവസം ഓടിയതാണ്. അതുകൊണ്ട് അടുത്ത സിനിമ അങ്ങനെ വരണം എന്നല്ലാതെ ഓഡിയൻസിനെയാണ് നമ്മൾ ചിന്തിക്കുക, മുന്നിൽ കാണുന്നത്. അവാർഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അവാർഡ് കിട്ടുന്ന സന്തോഷമാണ്. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അമിതമായി അഭിരമിക്കാറില്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓഡിയൻസിനോടാണ്. ഓഡിയൻസിന് കഴിഞ്ഞ സിനിമ വളരെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു, അടുത്ത സിനിമ നന്നാവണം, അവർക്ക് ഇഷ്ടമാവണം, അത് മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് സംവിധാനം ചെയ്ത ഒരു സിനിമ ഇന്ന് കാണുമ്പോൾ അന്ന് ആ ചെയ്ത അത്ര ശരിയായില്ല, അല്ലെങ്കിൽ അന്ന് ഇന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്തത് മോശമായിപ്പോയി, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ചില സീൻസ് ഇങ്ങനെ എല്ലാവരും ചെയ്യാമായിരുന്നു തോന്നാറുണ്ട്. അല്ലാതെ ആർട്ടിസ്റ്റിലേക്കൊന്നും പോകാറില്ല. നമുക്ക് ചിലപ്പോൾ ചില സീൻ കൺവേ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിരുന്നതൊക്കെ. അല്ല, അതിന് പകരം ഇന്ന ആളായിരുന്നു മെച്ചമായിരുന്നു എന്ന് തോന്നി. ആർട്ടിസ്റ്റിനെ പറ്റി അങ്ങനെ തോന്നിയിട്ടില്ല. അതാത് കാലഘട്ടത്തിൽ അതിന് ആപ്റ്റായെന്ന് തോന്നിയ ആൾക്കാർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ മേക്കിങ്ങിലോ അല്ലെങ്കിൽ സീനിൻ്റെ കൺസ്ട്രക്ഷനിലൊക്കെ ചിലപ്പോൾ ചേഞ്ച് ചെയ്തിരുന്നെങ്കിലോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുള്ളത്.
കേരളം അതിദരിദ്രർ ഇല്ലാത്തവരുടെ നാടായി മാറി. നിരക്ഷരത ഇല്ലാതായി. 90% കുടുംബങ്ങൾക്കും വീട്, 97% കുടുംബങ്ങൾക്ക് ഭൂമിയും ഉറപ്പായി. ചികിത്സാ രംഗത്ത് നമ്മൾ മുന്നേറി. ഇങ്ങനൊരവസ്ഥ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. ഇന്ത്യയിലെ ശരാശരി മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാൾ 8 വർഷം മലയാളികൾ കൂടുതൽ ജീവിക്കുന്നുണ്ട് മറ്റേത് സ്റ്റേറ്റ് നമ്മൾ പരിശോധിച്ചാലും. ചരിത്രപരമായി ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ പങ്കുണ്ട്. അപ്പോൾ കുറവുകൾ ചൂണ്ടിക്കാട്ടാം, വിമർശിക്കാം. പക്ഷേ ഈ നേട്ടങ്ങളെ ഒരു സിനിമയിലാണെങ്കിലും കണ്ടില്ലെന്ന് നടിക്കാമോ? അല്ല, നേട്ടങ്ങളെ കണ്ടില്ല എന്ന് നടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. അത് കൂടുതൽ പ്രചരണങ്ങളിൽ മാത്രമായി മാറരുത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാം നല്ല തന്നെ. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ, അത് ഇന്ന പാർട്ടി എന്നതിന് അപ്പുറത്ത് ഒരു ഇടതുപക്ഷം എന്നുള്ളതിനോട് നമുക്ക് എപ്പോഴും താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ്. EMSന്റെ കാലം തൊട്ടുള്ള തുടർന്ന് വാസ്പി നായർ ഒക്കെ അച്യുതമേനോന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. നല്ല പൊളിറ്റിക്സ് ആരുടെ ഭാഗത്തുനിന്നായാലും ഏത് പക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നായാലും നമ്മൾ അതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു അപ്പോഴത്തെ ഭരണ സംവിധാനം അങ്ങനെ ഉള്ളതല്ല, നല്ല ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും നല്ലതിനെ നമ്മൾ എപ്പോഴും അംഗീകരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ അച്യുതമേനോനായാലും ഈ നായനാരായാലും പിണറായി വിജയനായാലും നന്മയെ മുഴുവൻ നമ്മൾ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് മാത്രമേ നമുക്ക് പ്രയാസങ്ങളുള്ളൂ. ഇന്ത്യയിൽ കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ്. അതിന് നല്ല കോൺട്രിബ്യൂഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരെണ്ണം ഈ സന്ദേശം സിനിമയോ വരവേൽപ്പ് സിനിമയോ ഒക്കെ ഉണ്ട്. അതിനെ വിമർശിക്കുന്നതിനകത്ത് അർത്ഥമില്ല, അതിനെ ഉൾക്കൊള്ളണം, ആ വിമർശനം ഉൾക്കൊള്ളണം. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല പ്രതിബദ്ധതയുള്ള ക്വാളിറ്റിയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരാതിരിക്കുന്നതിന് ആ സന്ദേശം ഒരു കാരണമായോ പ്രേരണയായോ? ആ സിനിമ കൊണ്ടുണ്ടായിട്ടുള്ള വലിയ തെറ്റിദ്ധാരണ അതാണ്, അരാഷ്ട്രീയ സിനിമ അങ്ങനെ ഒരു വർത്തമാനം. അതെ. അത് പക്ഷെ ആ സിനിമയുടെ മൂല്യം അല്ലെങ്കിൽ മെസ്സേജും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്തതുകൊണ്ടുള്ളതാണ്. കാരണം ഈ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ സിനിമയിൽ അവസാന ഭാഗങ്ങളിൽ തിലകനെ കൊണ്ടൊരു സംഭാഷണം പറയിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം നല്ലതാണ്, നല്ല ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പൊളിറ്റിക്സ് മോശമാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പൊളിറ്റിക്സ് നല്ലതാണ് നല്ല ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് അതിലെ ഈ കൊടി വലിച്ചെറിഞ്ഞ് മറ്റേ ഇവരോട് രണ്ടുപേരും പോയി ജോലി ചെയ്യാൻ പറയുന്നത്? പൊളിറ്റിക്സിലേക്ക് പോകണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ഇവർ രണ്ടുപേരും അവരവരുടെ ജീവിതത്തോട് ഉത്തരവാദിത്തം അതല്ല. ഇവർ രണ്ടുപേരും അങ്ങനെ നല്ല ആൾക്കാരല്ല, സിൻസിയറായിട്ട് നാട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അങ്ങനത്തെ ഒരു പൊളിറ്റീഷ്യനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിൽ ജയറാമിൻ്റെ കഥാപാത്രമായാലും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളായാലും അവസരവാദ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നാണ് ആദ്യം തൊട്ട് കാണിക്കുന്നത്. അവരല്ലല്ലോ നമ്മളെ നയിക്കേണ്ട ആൾക്കാർ. മാത്രമല്ല അതിനകത്ത് ഈ ശങ്കരാടി, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇവരെല്ലാം ഏതാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണ്. അപ്പൊ അവരും കൂടി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ള സിനിമ. ഇതൊരു കമ്മ്യൂണിസത്തിന് എതിരായിട്ടുള്ള സിനിമയാണെന്ന്. ശങ്കരാടി ആണെങ്കിൽ CPIയുടെ ഒരു പഞ്ചായത്ത് ഭാരവാഹിയും കൂടെയൊക്കെ ആയിരുന്ന ഒരാളാണ് ഒരു കാലഘട്ടത്തിൽ. അല്ല, ഇവരൊക്കെ ഇപ്പോൾ ഒടുവിൽ ഉണ്ണീകൃഷ്ണനൊക്കെ വളരെ എല്ലാവരും കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതില് ഒരു കക്ഷി രാഷ്ട്രീയത്തിനല്ല, കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ധാരണയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുകൂടെ ഒരു മൂല്യബോധമുള്ളവരായിരിക്കണം, അവരിങ്ങനെ ആകാൻ പാടില്ല, അവർ തിരുത്തണം എന്ന് പറയുന്ന ഒരു ചിന്തയും കൂടെ ഇതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല അതിൽ ഉള്ളത്. അതായത് രണ്ട് പാർട്ടിക്കാർ, നമ്മുടെ ഭരിക്കുന്ന ഇപ്പോൾ മത്സരിക്കുന്ന രണ്ട് മുന്നണിയിലുള്ള നല്ല ആളുകളെ നമ്മൾ വരവേൽക്കുന്നുണ്ടല്ലോ. അത് ഏത് മുന്നണിയാണെന്ന് നോക്കിയിട്ടല്ല, നല്ല ആളുകളായിരിക്കണം എന്നുള്ള. അപ്പോൾ പൊളിറ്റിക്സിൽ വരേണ്ടത് നല്ല ആശയമുള്ളവരും മൂല്യബോധമുള്ളവരാണ്. അല്ലാത്ത ആൾക്കാരെ ഈ പൊളിറ്റിക്സ് വരുമ്പോഴാണ് രാഷ്ട്രീയം ഒരു മോശം പ്രവൃത്തിയായിട്ട് മാറുന്നത്. ഈ സന്ദേശത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഒരു മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ ചിന്തയുള്ളവരല്ല. അപ്പം ആ പയ്യൻ തന്നെ സ്കൂളിൽ പോകാൻ മടിയുള്ളൊരുത്തൻ സ്കൂൾ മുടക്കാൻ വേണ്ടിയിട്ട് ഒരു കൊടി ഉണ്ടാക്കുന്നതാണ്. അതാണ് അത് വലിച്ചളയുന്നത്. അതല്ലാതെ ഒരു കോസിന് വേണ്ടി, ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു റിയൽ കാരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ അതിനെ ചെയ്യില്ല. അപ്പോൾ പൊളിറ്റിക്സ് നല്ലതാണ്, നല്ല ആളുകൾ കൈകാര്യം ചെയ്യും, നല്ല ആളുകൾ നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ. അത് തന്നെയാണ് എൻ്റെ ആശയം.
16 സിനിമകൾ സംവിധാനം ചെയ്യുകയും 100-ൽ പരം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുള്ള തോപ്പിൽ ഭാസിയുമായി ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ? തോപ്പിൽ ഭാസിയുടെ അടുത്ത് ഞാനൊരു ഒരു ഒരു കഥ ആലോചിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പണ്ട്. അത് ഈ അവസാന കാലഘട്ടത്തിലാണ്. അത് സൂക്ഷിക്കുക ഇടതുപക്ഷം ചേർന്ന് പോകുന്ന നാടകം അത് വായിച്ചിട്ട് എനിക്ക് പുള്ളിയെ കൊണ്ടൊരു തിരക്കഥ പാകരനാവണമെന്നില്ല, ഒരു തിരക്കഥ എഴുതിക്കണമെന്ന് ആഗ്രഹം തോന്നി ആ കാലത്ത്. അപ്പം അത് ബിഗിനിങ് സ്റ്റേജിലാണ്. ശ്രീനിവാസനൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരണൊക്കെ മുമ്പ്. 82-ലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ സംവിധാനം തുടങ്ങുന്നത്. 86-ലാണ് TP ബാലഗോപാലൻ വരുന്നത്. 85 തൊട്ടാണ് ശ്രീനിവാസൻ ഞാനായിട്ട് സഹകരിക്കുന്നത്. അതിന് മുമ്പേ തോപ്പിൽ ഭാസി ഫീൽഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതെ, പുള്ളി പതുക്കെ പിന്നിലേക്ക് വന്നു. പുള്ളി എന്നാലും തിരക്കഥ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള പല സ്ക്രിപ്റ്റുകളും പുള്ളി എഴുതിയിട്ടുള്ളതാണ്. പി ചന്ദ്രമാർ ഡയറക്ടർ ആയിട്ടുള്ള പല തിരക്കഥകളും പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം പുള്ളിനെ കാണാൻ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നെ MG സോമനാണ് അന്ന് പുള്ളിയുടെ വീട്ടിലേക്കുള്ള കാറൊക്കെ വിളിച്ച് പറഞ്ഞത് അയക്കുന്നതൊക്കെ. അപ്പൊ അന്ന് കാല് മുറിച്ചിരിക്കുന്ന കാലത്താണ്. എനിക്ക് പുള്ളി അവിടുന്ന് കരിക്കൊക്കെ വീട്ടിൽ തന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ആയില്ല എന്ന് മാത്രം. അതങ്ങനെ ഒരു പ്രായോഗികമാവുന്ന രീതിയിലേക്ക് ചർച്ച മുന്നോട്ട് പോയില്ല. കാലൊക്കെ മുറിച്ചതിന് ശേഷം അതെ. അപ്പൊ അവശനായി. അപ്പൊ ആ വീടിന്റെ മുറ്റത്തിരുന്നിട്ട് എനിക്കൊരു കരിക്ക് വെട്ടി തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരാളെ കൊണ്ട് ഞാൻ ആ വീട്ടിൽ പല പ്രാവശ്യം പോയിട്ടുള്ളതല്ലേ. അതെ. അപ്പൊ അങ്ങനെ തോപ്പിൽ ഭാസിനെ എനിക്ക് മനസ്സിൽ വലിയ ആരാധനയുള്ള ഒരാളാണ്. കാര്യം തോപ്പിൽ ഭാസിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേറൊരു ഭാഷ കൊണ്ടുവന്നു. തോപ്പിൽ ഭാസി മെസ്സിൽപുരം സദാനന്ദനാണ് നമ്മുടെ പണ്ടത്തെ സിനിമയുടെ ശൈലിയിൽ നിന്ന് മാറ്റിയത് MTക്ക് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ അതുണ്ട്. പിന്നെ കേരളത്തിലെ ഈ ഇടതുപക്ഷത്തിന്റെ വളർച്ചയിലും ഒക്കെ പുള്ളിയുടെ KPSCയുടെ നാടകങ്ങളും തോപ്പിൽ ഭാസിയുടെ സൃഷ്ടിയും സംവിധാനവും ഒക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വികാസത്തിന് തന്നെ വലിയ കാരണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കാര്യം പബ്ലിക്കിന്റെ ഉള്ളിലേക്ക് പതുക്കെ അതിന്റെ ആശയങ്ങൾ എത്തിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ജനൈകം വാരികയിൽ കവിതകൾ എഴുതിയിരുന്നത് MK സത്യൻ എന്ന പേരിലായിരുന്നു എന്ന് ഓർമ്മകളുടെ കുടമാറ്റം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് MK സത്യൻ അന്തിക്കാടായി മാറിയത്? MK സത്യൻ എന്നുള്ളത് അന്ന് പല കുട്ടിബസികൾ ഇപ്പൊ പൂമ്പാറ്റ ഇതിലൊക്കെ അങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പൊ MK സത്യൻ നമ്മുടെ പിന്നെ ബാലയുഗം കാമ്പശ്ശേരിക്കാരനാണ്. സിനിമ ബാലയുഗം. അതെ. അപ്പം സിനിമ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര പ്രസ്റ്റീജിയസ്. എനിക്ക് ശ്രീകുമാരൻ നമ്പി സാറുമായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഈ ജനൈകം സിനിമയുടെ മദ്രാസ് ലേഖനായിരുന്നു. കാമ്പിശ്ശേരി എന്നെ നിർബന്ധിച്ച് പറഞ്ഞ് ശിവാജി ഗണേശന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരിക്കൽ കൊല്ലത്ത് നമ്മുടെ ജനൈകത്തിലുള്ള ആൾക്കാരെ എന്നെ തലപ്പത്തിരിക്കല്ലേ. അതെ. സിനിമ ആ സമയത്ത് മദ്രാസിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സിനിമക്കാരുടെ ഇടയിൽ വളരെ വാല്യൂ ഉള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അപ്പം ആദ്യമായിട്ടൊരു സിനിമ മാസിക ഇറങ്ങുന്നതും സിനിമയാണ് അല്ലേ. പിന്നെയാണ് ചിത്രരമ ഇറങ്ങിയത്. സിനിമ മാസിക വന്നു. അപ്പം MK സത്യം എന്നുള്ള പേരിൽ ചില കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയ സമയത്ത് അത് പബ്ലിഷ് ചെയ്ത് വന്നാൽ ഞാനാണെന്ന് എൻ്റെ കൂട്ടുകാർ വിശ്വസിച്ചിരുന്നില്ല. ഞാനൊരു സാധാരണ ഒരു പയ്യനാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിശ്വസിപ്പിക്കാനാണ് അന്തിക്കാട് ചേർത്തത്. എന്നിട്ട് ഞാൻ മദ്രാസിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് സംവിധാനം പഠിക്കുന്നത് ഹരിഹരൻ്റെ കൂടെയാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പടത്തിലാണ്, കോളേജുകൾ എന്നുള്ള സിനിമയിലാണ്. ആ കോളേജുകൾ സിനിമയിലെ ടൈറ്റിൽ പേര് കൊടുക്കേണ്ടി വരുമ്പോൾ സംവിധാന സഹായികൾ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യൻ എന്ന് മാത്രം മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും കോളേജുകളുടെ സംവിധാന സഹായി സത്യൻ എന്നേ കാണുള്ളൂ. എൻ്റെ അടുത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ ചോദിച്ചു, എന്താ നീ അന്തിക്കാട് എന്താ വയ്ക്കാൻ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു അത് വേണ്ട, അല്ല അത് വേണം, എന്നാലേ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ. സത്യം എന്ന് ആർക്ക് വേണേ എഴുതാം. സത്യൻ അന്തിക്കാടെന്ന് പറയുമ്പോൾ അതിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഏത് സത്യനും ആവാം, ഒരു കോമൺ നെയിമാണ്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് വീണ്ടും സത്യൻ അന്തിക്കാട് ചേർക്കുന്നത്. അങ്ങനെയാണ് സ്ക്രീനിൽ സത്യൻ അന്തിക്കാട് വരാൻ തുടങ്ങിയത് പുള്ളി പറഞ്ഞത്. അതുവരെയ്ക്കും നമ്മൾ ഈ അച്ചടിച്ചിട്ട് വരുമ്പോൾ സത്യൻ അന്തിക്കാട് വരാറുണ്ട്. കഥകളിലും കവിതകളിലൊക്കെ പേര് സത്യൻ അന്തിക്കാട്. അന്തിക്കാട് എന്ന് പറയുന്ന പേര് ലോകം അറിയുന്നത് സത്യൻ അന്തിക്കാടിലൂടെയാണല്ലോ. നാടിന്റെ പേരുള്ളതുകൊണ്ടുള്ള ഗുണമാണ്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വർഗീയതയാണ്. രാഷ്ട്രീയത്തിലെ അപജയത്തെക്കുറിച്ച് വിമർശിക്കുന്നതിനേക്കാൾ തീവ്രതയിൽ വർഗീയതയെ വിമർശിക്കുവാൻ സിനിമ എന്ന മാധ്യമം ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? സാമുദായിക സംഘടനകളും വിമർശിക്കപ്പെടുന്നില്ല. താങ്കളടക്കം സിനിമാ രംഗത്തുള്ളവർ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ?
അല്ല അത് ഞാനും ശ്രീനിവാസനും ഇടക്കാലത്ത് ആലോചിച്ചിരുന്നു. ഒരു സന്ദേശത്തിന് ശേഷം വേറെ ഈ ഒരു ഇഷ്യൂം കൂടി ചേർത്തിട്ടുള്ള ഒരു സിനിമയെ പറ്റി ആലോചിക്കുന്നു. അപ്പോൾ ഒന്നാ കഥ മുന്നോട്ട് അധികം പോയില്ല. മറ്റൊന്ന്, ഈ സന്ദേശം ഇറങ്ങുന്ന കാലത്തുണ്ടായിരുന്ന അത്രയ്ക്ക് സഹിഷ്ണുത ഇന്നത്തെ ആളുകൾക്കില്ല. അവരത് അതിൻ്റെതായ ശേഷം ജാതിയും വർഗീയതയും പറയും തൊടുമ്പോൾ അത് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നില്ല. അപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് വേണ്ട വിധത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് സന്ദേശത്തിന് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്നത്? അവർക്കത് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വർഗീയതയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സിനിമ വന്നാൽ ജാതിമത ശക്തികളെ പറ്റി അപ്പോൾ അതായത് ഒരു പേര് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പലപ്പോഴും അറിയുന്നത്. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭീകരമായ അന്തരീക്ഷം രാജ്യത്തുണ്ടെന്ന് സാറിന് തോന്നിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടല്ലോ അങ്ങനെ ഒരു ഭീകരത ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മരുന്ന് എന്താണെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. അത് കാലം തെളിയിക്കുന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് വർഗീയതനെ തൊടാൻ നിർത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിന് അത്തരമൊരു സിനിമകൾ ചെയ്യാനുള്ള ഭയം കൊണ്ട് തന്നെയാണ് നമ്മളതിലേക്ക് കടക്കാതിരിക്കുന്നത്. കാര്യം വേണ്ട വിധത്തിൽ ആളുകൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അത് ദോഷകരമായിട്ട് മാറും. പിന്നെ സൊസൈറ്റിയിൽ ഈ വർഗീയതയുടെ നിരർത്ഥകതയാണ് നമുക്ക് കാണിക്കാനുള്ളത്. പക്ഷെ അത് ചില വർഗീയ ശക്തികൾക്ക് വലിയ ശത്രുതയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ സിനിമ തന്നെ പുറത്തിറങ്ങുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു വർഗീയത വളരുമ്പോൾ അതേപോലെ മറുവർഗീയതയും വളരും. അതെ. ഹിന്ദു വർഗീയത വളർന്നു കഴിഞ്ഞാൽ മുസ്ലിം വർഗീയതയും വളരും. ഈ വർഗീയത ആഗ്രഹിക്കുന്ന രണ്ടു കൂട്ടർക്കും ആവശ്യമാണ്. അതെ. നമ്മളതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നീങ്ങേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. അപ്പൊ ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ അതിൽ കൈവയ്ക്കേണ്ട എന്ന് തീരുമാനിച്ചാണ്. തൽക്കാലം വെറുതെ ഒരു ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യം എന്തായാലും അത് ഇഷ്യൂസ് ആകും. അപ്പൊ നമുക്കിപ്പോ മാത്രമല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആളുകളെ ആനന്ദിപ്പിക്കലാണ്. ഇപ്പൊ സന്ദേശവും ആണെങ്കിൽ തന്നെയും വരവേൽപ്പാണെങ്കിൽ തന്നെയും അതിലൂടെ പ്രേക്ഷകരെ ആനന്ദിപ്പിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവരെ വല്ലാതെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് അതിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സിനിമ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതാണ്. പക്ഷെ എങ്കിലും അവിടുത്തെ ആ അപജയത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് അതിനേക്കാൾ വളരെ ഭീകരമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അറിഞ്ഞൂടാ, നമുക്ക് നാളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു തോട്ട് വരുമോ എന്നറിയില്ല. മിക്ക സിനിമകളുടെയും പേര് വ്യത്യസ്തതയുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? പേരൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം പേരിടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക്. പലപ്പോഴും ഒന്ന് തുടങ്ങി വയ്ക്കാനും പേര് പലപ്പോഴും അവസാന നിമിഷത്തിലേക്കാണ് പേരിടാറുള്ളത്. കാര്യം ഏത് പേരിട്ടാലും വിചാരിക്കും ഇതിനൊക്കെ ബെറ്റർ കിട്ടുമായിരിക്കും എന്നിട്ടാണ്. ഒരുപാട് എഴുത്തുകാരും ഒരു തലക്കെട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ അങ്ങനെയല്ല. അതാണ് തലക്കെട്ട് വെച്ച് ചെയ്ത ഒരു ഒറ്റ പടം ഗാന്ധിനഗർ സെക്കൻഡ് ഷീറ്റാണ്. അതായത് ഞാനല്ലാതെ ആ പേരിട്ട് ശ്രീനിവാസനാണ്. അതായത് ഞാൻ ശ്രീനിവാസന്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ഹൗസിംഗ് കോളനി പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്താലോ? കാര്യമില്ല. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പേരിടാം. പിന്നീടാണ് അതിലൊരു കഥ ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ പേരുകളും ലാസ്റ്റ് മിനിറ്റ്. ഇപ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കുന്നുള്ള പേരിടുന്നത് അതിൻ്റെ ഡബ്ബിങ്ങിന് ഞാൻ പോകാൻ നിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് യാത്രക്കാർ ശ്രദ്ധിക്കുന്നത്. കേട്ടപ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെന്റ്. അപ്പോൾ ട്രെയിൻ പടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ട്രെയിനാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പേരിട്ടത്. അപ്പോൾ ഓരോ പേരിനും ഓരോ കഥകളാണ്. അപ്പം പേരിടാൻ ശരിക്കും ഞാൻ അതുകൊണ്ട് തന്നെ മക്കൾ ജനിച്ചപ്പോൾ എൻ്റെ ഭാര്യ അടുത്ത് ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് പേരിടാൻ വലിയ പാടാണ്, മക്കൾക്കൊക്കെ ഭാര്യ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ വൈഫ് ഇട്ട പേരുകളെല്ലാം ഭാര്യയ്ക്ക് വിട്ടുകൊടുത്തു. ഭാര്യ അരുൺ, അനു, ബഗീൽ 3 പേരും ഭാര്യ ഇട്ടതാണ്. കാര്യം ഭാര്യ ഇട്ടത് എങ്ങനെ, ഭാര്യ കോളേജിൽ പഠിക്കുമ്പോൾ ആ കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളുടെ പേര് മാത്രമല്ല ഇപ്പൊ എയിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ആദ്യം അറ്റൻഡൻസിനകത്ത് പേര് വരും. അതെ. അപ്പൊ അത് കണ്ട് പിന്നീട് ഇവര് പറഞ്ഞതെന്ന് പറയും, അത് ഞങ്ങൾക്ക് വലിയ കുരിശായിരുന്നു. കാരണം ഈ ഇന്റർവ്യൂ ഒക്കെ നേരിട്ടുള്ളതൊക്കെ ഏറ്റവും കഠിനമായ ചോദ്യം ഞങ്ങളോട് ചോദിക്കും. അവസാനമാകുമ്പോഴേക്കും അവരിങ്ങനെ ക്ഷീണിച്ചു പോകും. അവര് ചെറിയ ചോദ്യം ചോദിച്ചു വിടും. ഒരു സിനിമയിൽ സംവിധായകനെ പോലെ തന്നെ ക്യാമറാമാൻ, എഡിറ്റർ, നിർമ്മാതാവ് ഇവർക്കെല്ലാം വലിയ ഉത്തരവാദിത്വമുണ്ട്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങൾ. അല്ല, തീർച്ചയായിട്ടും. അല്ല, സിനിമയിലെ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം. അത് ക്യാമറ ആയാലും, എഡിറ്റിംഗ് ആയാലും, ആർട്ടായാലും, കോസ്റ്റ്യൂം ആയാലും, മേക്കപ്പ് ആയാലും, ഏത് ഈ പ്രൊഡക്ഷനിലെ ആളുകൾക്ക് പോലും അതിൽ പോലും ഒരു സിനിമയുടെ ഒരു ആകത്തുകയിൽ അതാണ് ഒരു ടീമിൻ്റെ കലയാണ് സിനിമ. സിനിമ ഒരു വ്യക്തിയുടെ അല്ല. ഒരു വ്യക്തിയുടെ മനസ്സിലായിരിക്കും അതിൻ്റെ ആകത്തുക ഉണ്ടാകുന്നത്. പക്ഷെ അത് സജ്ജീകരിക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് എല്ലാവരും കൂടി സഹകരണത്തോടുകൂടിയാണ്.
അപ്പോൾ ഫോട്ടോഗ്രാഫി കൊണ്ട് മാത്രമൊക്കെ നമുക്ക് ഒരു സീനിനെ നമുക്ക് ഭയങ്കരമായിട്ട് ഉയർത്താൻ സാധിക്കും. സൗണ്ട് എഫക്ട്സ് ഇപ്പോൾ പ്രത്യേകിച്ചും സൗണ്ട് എഫക്ട്സ് ഒരു 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 സത്യസന്ധമായ സ്ഥലമാണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ സൗണ്ട് എഫക്ട്സ് കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സ്വാഭാവികത വളർത്തിയെടുക്കുന്നതിന് അതും വലിയ ഭയങ്കര പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതൊക്കെ കൂടി വരുമ്പോഴാണ് ഒരു സിനിമ നമുക്ക് നന്നാവും. നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 സിനിമകളായിട്ട് ലൈവ് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്, ഡബ്ബിംഗ് അല്ല, റിയൽ വോയിസ് ആണ്. ഷൂട്ടിങ്ങുള്ള മറ്റ് ശബ്ദങ്ങൾ കയറി വരില്ല. അതൊക്കെ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ മാറ്റിക്കൊണ്ട് അത്യാവശ്യമുള്ള കാക്കകളെ കൂടിക്കുന്നല്ലാതെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയറുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പൂനെ ഷൂട്ട് പഠിച്ച ഒരാളാണ് എൻ്റെ. അതിനകത്ത് വളരെ സ്വാഭാവികത വർദ്ധിക്കും അല്ലേ? ഭയങ്കര പിന്നെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ആ ശബ്ദം കൂടെ വരുമ്പോൾ ആ ശബ്ദം, ശ്വാസം, പിന്നെ അഥവാ ഒരു അക്ഷരം തെറ്റ് വരാണെങ്കിൽ അതൊക്കെ റിയൽ ആണല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കര അങ്ങനെ വരാം. അതൊക്കെ നല്ല. ഇപ്പൊ ഞാൻ പ്രകാശം തൊട്ട് ഇപ്പൊ ഹൃദയപൂർവ്വം വരെയുള്ള 3 സിനിമകളിലും റിയൽ സൗണ്ടാണ്. ഇപ്പൊ അഖില് ഒക്കെ അറിയിക്കുന്ന സാങ്കേതിക വിദ്യ AI ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. AI ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. എനിക്ക് അത് അത്രയ്ക്ക് ശീലമായി തുടങ്ങിയിട്ടില്ല. എന്നിട്ട് ഉപയോഗിക്കേണ്ടി വരും. അനന്തമായ സാധ്യതയായിരിക്കും അത് തുറന്നു വരുന്നത്. വിശേഷിച്ചും ഈ ഫോട്ടോഗ്രാഫിയില്, ഡബിങ്ങിലും ഒക്കെ വേണ്ടി വരും. അടുത്ത കാൽനൂറ്റാണ്ടിലെ മലയാള സിനിമ എങ്ങനെയായിരിക്കും? മലയാള സിനിമ നന്നായിട്ട് തന്നെ വരും. അതിൽ യാതൊരു സംശയം. ഇനിയും മെച്ചപ്പെട്ടു പോകും. പിന്നെ അതിന്റെ പ്രോഗ്രസ് തന്നെയാണ്. നമുക്ക് ഈ വളരെ പഴയ കാലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കാൻ പാടില്ല. നമ്മൾ ഈ തലമുറയുടെ കൂടെ സഞ്ചരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളൊക്കെ കഴിയും. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും വളരെ ഭയങ്കര രസകരമായി ചിന്തിക്കുന്ന പുതിയ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് പേര് വന്നങ്ങ് പോകുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഈ പേര് വരുന്നതിന് മുമ്പ് അടുത്ത ആൾ കയറി വരിക. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഒരു ശുഭാപ്തി. അങ്ങനെ പുതിയ തലമുറയെ കുറിച്ചുള്ള ചില പേരുകളൊക്കെ അല്ല, പേരൊന്നും പറയാനില്ല. പുതിയ തലമുറയിൽ നല്ല സിനിമകൾ, നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ട്. നന്നായി ചിന്തിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അത് കുറെ പേരുണ്ട്. ഒരാളോ രണ്ടാളോ പറ്റി പറഞ്ഞാൽ 3 നമുക്ക് യൂസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് നമ്മളെ വളരെ കൂടുതൽ പ്രചോദിപ്പിച്ച സിനിമകളുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എക്കോ എന്നൊരു സിനിമ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റിയ അറിവ്, കുറെ നായ്ക്കളും ഒക്കെ ആയിട്ട് വളരെ രസകരമായ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാലൻ എന്നുള്ള സിനിമ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു അപ്രോച്ച് ഭയങ്കര നമ്മൾ ഇഷ്ടം തോന്നുന്നതാണ്. അപ്പം അങ്ങനെ കുറേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറേ ഫിലിം മേക്കേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും തമിഴ്നാടുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരു അന്യഭാഷയിൽ ഒരു സിനിമ എടുക്കണം തോന്നിയിട്ടില്ലേ? ഇല്ല, തോന്നാത്തതുകൊണ്ടാണ് എനിക്കത് ചെയ്യാതിരുന്നത്. തോന്നാത്തതെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പല പ്രൊഡ്യൂസേഴ്സ്. എൻ്റെ തന്നെ സിനിമകൾ തമിഴിലേക്കോ ഡബ്ബി അല്ല റീമേക്ക് ചെയ്യുന്നു. അതെ. അപ്പോൾ ഒരിക്കൽ ഞാൻ അതൊന്ന് ആലോചിച്ചു. എൻ്റെ അടുത്ത് ഇളയരാജ പറഞ്ഞു, അവിടുത്തെ വലിയൊരു കമ്പനി അച്ചുവിൻ്റെ അമ്മ ഒന്ന് ചെയ്താൽ കൊള്ളാം. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയുക, അതിൽ ഒരു പ്രശ്നം അവരുടെ കൾച്ചർ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. ഇത് ഡബ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ തിരക്കഥയ്ക്ക് നമ്മൾ രണ്ടാമത് ഇരിക്കണം. എന്നിട്ട് അവരുടെ കൾച്ചറിൽ അവരുടെ ഇതിലൊക്കെ വേണം ചെയ്യാനായിട്ട്. അതിന് കുറേ കൂടെ സമയം ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ എനിക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ സാഹചര്യങ്ങളുള്ളപ്പോൾ ഞാനത് ഉപേക്ഷിച്ച് ചെയ്യണം. പിന്നെ ഒരു ടേക്ക് 2 പോലെ എടുക്കാൻ പറ്റില്ല. ഇവിടെ എടുത്ത സംഭവം അതേ രീതിയിൽ ഇപ്പോൾ സന്മനസ്സുള്ള സമാധാനം അത് ആ സമയത്ത് അത് റീമേക്ക് ചെയ്യണം, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു പറഞ്ഞു വന്നിരുന്നു. പിന്നീട് IV ശശി ചെയ്തു. എനിക്ക് മോഹൻലാലിന് പകരം ഒരു തമിഴ് നടനെ കിട്ടുന്നില്ല, മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായ തൃപ്തിയില്ലാത്ത ഒരു സാധനം ചെയ്യേണ്ടി വരികയാണ്. അല്ല, ഈ പ്രിയനൊക്കെ ധാരാളം എപ്പോഴും ചർച്ച ചെയ്യുന്ന ആൾക്കാർ. അതെ. പ്രിയനൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ ഒപ്പം എന്നുള്ള സിനിമ ഹിന്ദിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു കഴിവാണ്. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ ഈ പ്രാദേശിക ലാംഗ്വേജുകളുടെ പരിജ്ഞാനക്കുറവ്. പ്രിയനൊക്കെ ഹിന്ദി നന്നായിട്ട് അറിയാം, തമിഴ് നന്നായിട്ട് അറിയാം. പ്രിയ എനിക്ക് തെലുങ്കും സംസാരിക്കും, മനസ്സിലായില്ലേ? അതെ. എനിക്ക് നമ്മൾ മലയാളത്തിൽ ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ പുതിയൊരു സിനിമ ചെയ്തുകൂടെ എന്നുള്ളതാണ്. ഇനിയൊരു ശ്രീനിവാസനും സാറുമൊക്കെ ധാരാളം കൃഷിയിൽ വലിയ താല്പര്യമുള്ളവരാണല്ലോ. ടെൻഷൻ കുറയ്ക്കാൻ കൃഷി എന്നത് ഒരു മുദ്രാവാക്യമായെടുത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാലോ? മുദ്രാവാക്യം ഒന്നും ആകണ്ട. ടെൻഷൻ കുറയ്ക്കാൻ കൃഷി ഏതെങ്കിലും സിനിമയ്ക്കകത്തൊക്കെ വരും. അതെ. കൃഷി എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണ് കൃഷി. പക്ഷെ ആ താല്പര്യമുള്ള ആൾക്കാർ വന്നിട്ടേ അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ.
ഇപ്പം ഇല്ലാത്ത ഒരാൾ ടൗണിൽ ജീവിച്ച ഒരാളെടുത്ത് കൃഷിയാണ് നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ നല്ലതെന്ന് ഇവിടെ വന്നാൽ അയാൾ ടെൻഷനിൽ മുങ്ങിച്ചാവും. പക്ഷെ എങ്കിലും കുറെ ആളുകളിലേക്ക് വരുന്നുണ്ട്, അതെ, 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 എഡ്യൂക്കേറ്റഡ് ഉള്ള അതെ, ആളുകളൊക്കെ. അതെ. അല്ല, കൃഷി ഒരു എൻ്റെ ഒരു ഇടവേളകളിൽ ഏറ്റവും കൂടുതൽ അതിന്റെ സത്യത്തിൽ കുറെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ അത് ഉപകരിക്കുന്നില്ല. അല്ല, എനിക്കല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ അന്തിക്കാട്ടിക്ക് വന്നിട്ട് തന്നെ എന്റെ ടെൻഷൻ പോയി. ആ. ഒരു സിറ്റിയിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വേറെ ലോകമായി. വേറൊരാളാണ് നമ്മൾ വിചാരിക്കും. ഒരിക്കൽ മമ്മൂട്ടിയുടെ അടുത്ത് ഞാനും മമ്മൂട്ടിയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ മമ്മൂട്ടി അപ്പുറത്തൊരു സിനിമ റിലീസ് ചെയ്തു, കുറച്ചു കാലം മുമ്പാണ്. വലിയ ഫ്ലക്സുകളും വലിയ പോസ്റ്ററുകളും മമ്മൂട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് ചില പോസ്റ്റർ പുള്ളി വണ്ടി നിർത്തും, രാത്രിയാണ്, എൻ്റെ അടുത്ത് നോക്കും. അപ്പോൾ അത് ഭയങ്കര, അപ്പോൾ ഇത് വലിപ്പം കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം എന്താണ് തോന്നുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞു, സത്യമായിട്ട് ഇത് വേറൊരാളാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ മമ്മൂട്ടി. കാര്യം അങ്ങനെ തോന്നണം നമുക്ക്, ഇതിലൊരു ഡിറ്റാച്ച്മെന്റ്, അതായത് ഇതിന്റെ വിട്ടേക്കാം. അപ്പൊ ഞാൻ ഒരു സിനിമ തീർന്നാൽ നേരെ അന്തിക്കാട്ടേക്ക് വരുമ്പോ ഇത് വേറെ എവിടെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. നമ്മൾ ഇന്നലെ വരെ അതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കാനാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ മനസ്സ് ഫ്രഷാവും. വേറെ ലോകമല്ലേ. ഞാൻ മുമ്പുള്ളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമ ജോമോന്റെ സുവിശേഷങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞ് 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ അന്നത്തെ ഫ്ലൈറ്റിൽ വന്ന് നേരെ വീട്ടിൽ അന്തിക്കലം എന്ന് പറഞ്ഞാൽ ഇവിടെ നനയ്ക്കാൻ വേനൽക്കാലമാണ്, അവിടെ തടമൊക്കെ എടുത്തിരിക്കാൻ വെള്ളം. വൈഫ് എന്നെ കണ്ടുകൊണ്ടേ വിളിച്ചിട്ട് ഞാൻ വന്ന് നന്നായി പൈപ്പ് എൻ്റെ അതിനെടുക്ക് മറ്റേ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ വേർത്ത് ഒലിച്ചിട്ട് ഞാൻ അഖിൽ മദ്രാസിലുണ്ടായിരുന്നു, എൻ്റെ അസിസ്റ്റൻ്റാണ്. ഞാൻ തന്നെയാണ് ഇന്നലെ ഇരുന്ന് അവിടെ ദുർഗസമ്മേനെ ഡയറക്റ്റ് ചെയ്ത് എനിക്ക് സംശയം തോന്നുന്നു പറഞ്ഞു. കാര്യം ഞാൻ ഇവിടെ വന്ന് ഇത്ര ആളുകളെ ഇങ്ങനെ ചെയ്തിരുന്നത് നമ്മൾ തന്നെയാണോ എന്ന് ഡൗട്ട്. അവരെ നമ്മുടെ പരിവേഷങ്ങൾ അഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് വീടും നാടും. ഞാൻ അതിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അതൊരു വലിയ ഒരു കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു സൃഷ്ടി സിനിമയാക്കാൻ ആഗ്രഹം തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും? അല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സൃഷ്ടികളാണ് നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അതിലെ ഇന്നൊരു സാധനം നമുക്ക് സിനിമയാക്കാം അങ്ങനെ രീതിക്ക് ചേരുന്ന ലളിതമായ അല്ല, അത് ധാരാളം കാര്യങ്ങൾ വളരെ ഒരു സിനിമയിൽ ഒതുങ്ങാത്ത ക്യാൻവാസ് ആണ് അത്. ഇപ്പൊ ഞാൻ വീക്കെൻഡ് തന്നെ ഒരു കഥയാണ് സിനിമയ്ക്ക് ഒറ്റ പ്രേമവിഭാഗം. ഇതൊരു സിനിമയുടെ ക്യാൻവാസിലേക്ക് ഒതുങ്ങാതെ പറ്റുമായിരിക്കും. അത് വേറെ നമ്മള് ബഷീറൊക്കെ നമ്മുടെ പ്രചോദനമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബഷീറിയൻ ശൈലി ഞാൻ സ്വാധീനിക്കാറുണ്ട് തന്നെ. കാര്യം ഹ്യൂമറിലൂടെ വേദനിപ്പിക്കുന്ന സാധനം, ഒരു ഹ്യൂമറാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന സങ്കടം ഉണ്ടാവും. ബഷീറിൻ്റെ കഥകൾക്കും രചനകൾക്കുള്ള സംഭവം അതാണ്. ആ ടെക്നിക്കാണ് ഞാൻ സിനിമകളിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊരു പെയിൻ ഉണ്ടാവും, ആ പെയിനെ മൂടി വയ്ക്കുന്നത് തമാശ കൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്നത്. വിസ്മയിപ്പിക്കുന്ന അഭിനയ ശൈലിയിൽ ഈ കാലയളവിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? മോഹൻലാലിന് അങ്ങനെ എനിക്ക് തോന്നിയില്ല. കാര്യം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ലാലിനോട് തന്നെ പറഞ്ഞു, ക്യാമറയുടെ മുന്നേ നിന്നിട്ട് ലാല് ഈ പുതിയ സിനിമ അഭിനയിക്കുമ്പോൾ, അതിന് മുമ്പ് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഇല്ല, നമുക്ക് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നേയില്ല. ഇന്നലെ പോയിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ പോലെയാണ് തോന്നുന്നത്. കാര്യം യാതൊരു വക ചേഞ്ചസും ഇന്നലെ നിർത്തിവെച്ചു, അതിന്റെ ഇടയിൽ കുറച്ച് കൊല്ലങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞൊരു മാജിക്കാണ്. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അത് നമ്മളൊരു വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലാലിനെ വെച്ച് ഒരു സിനിമ എങ്ങനെ ചെയ്തവർക്ക് പറയാവുന്ന ചെയ്തവർക്ക് അടുത്തറിയാം, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അത് ഫീൽ ചെയ്യും. അതെ, ഫീൽ ചെയ്യും. അതായത് പിന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ചെയ്യുമ്പോഴാണ് സിനിമക്കാരനാവും, സിനിമ നടനാവുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ മാറുക. ഇതിന്റെ വിധിയെ പറ്റി വലിയ വ്യാകുലതകളില്ല, ഇത് വിജയിക്കോ പരാജയപ്പെടുമോ ഒരു പടം വളരെ ഹിറ്റായി എന്ന് പറഞ്ഞാൽ പോലും ഒരു ദൈവമേ നന്നായി, അത്രേ ഉള്ളൂ. ഒരു പടം ഫെയിലായോ അത്രേ ഉള്ളൂ. കാര്യം അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്നല്ല, അതിന്റെ പിന്നാലെ ഓടുന്ന ഒരാളല്ല, അമിതമായി സന്തോഷിക്കുകയോ ഒന്നുമില്ല. പുള്ളി അതിനപ്പുറത്തുള്ള തമാശകളും നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ ഊടി ഉറയ്ക്കുന്നു. ഇടയിൽ ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ ക്യാമറമാൻ വിളിക്കുമ്പോൾ ലാലെന്ന് പറയണ്ടേ, ഇയാൾക്ക് വേറെ പണിയില്ല, എന്തിനാണ് ഇത്ര പെട്ടെന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. കാര്യം സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ തമാശകൾ പറഞ്ഞ് തീർന്നിട്ടുണ്ടാവില്ല. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വല്ലാത്ത അനുഭവമാണ്. ഒരു വലിയ ടീം ഉണ്ടായിരുന്നല്ലോ ഇന്നസെന്റും. അതെ, ഭയങ്കര ടീമാണ്, വല്ലാത്തൊരു സുഖമുള്ള അന്തരീക്ഷമല്ലേ. ഇന്നസെന്റൊക്കെ ടീമിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഞങ്ങളെന്നും ലാലും ഞാനും കൂടി പറയായിരുന്നു, നമ്മൾ ഒരു ദിവസം പോലും ഇന്നസെന്റിനെ പറ്റി സംസാരിക്കാതിരിക്കാറില്ല. ഷൂട്ടിംഗ് സമയത്ത്
ഒരു സിനിമയില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ശ്രീനിവാസനും ഇന്നസെൻറ്റും ഒടുവിൽ ഉണ്ണേഷനും മോഹൻലാൽ അതിനുള്ള ഒരു അവസരമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ? അല്ല, സിനിമയിലല്ലാതെ എല്ലാവരും കൂടി അങ്ങനെ ഒന്നിച്ച് ചേരാൻ പറ്റാറില്ല. അടുത്ത കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് ചേരുന്നത് ശ്രീനിവാസൻ അന്ന് ഉണ്ടായിരുന്നില്ല, സുഖമില്ലാതിരിക്കായിരുന്നു. മധുസാറിന്റെ 90-ാം പിറന്നാൾ. മധുസാർ അപ്പൊ സിനിമയൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരു ബസ്സിൽ മധുസാറിന്റെ വീട്ടിൽ പോയി. ഞാന്, പ്രിയൻ, സുരേഷ് കുമാർ, മോഹൻലാല്, അങ്ങനെ അന്ന് തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആളുകളെ സിനിമയുടെ യാതൊരു ഭാരമില്ലാതെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പാട്ടൊക്കെ പാടി മധുസാറിനെ കണ്ട് തിരിച്ചു വരികയൊക്കെ ചെയ്ത ഒരു 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 ദിവസം ഉണ്ടായിരുന്നു മുമ്പ്, വളരെ കുറേ നാൾക്ക് മുമ്പ്. സിനിമയില്ലാതെ നമ്മൾ ഹോട്ടലുകളൊക്കെ വെച്ച് കാണും എന്നല്ലാതെ പ്രൊഫഷണലായിട്ട് മാത്രമുള്ള ഒരു കാഴ്ചയില്ല. മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളായി മാറിയ സത്യൻ അന്തിക്കാടിൻ്റെ വിജയത്തിൽ ഭാര്യ നിമ്മി, മക്കളായ അരുൺ, അഖിൽ, അനൂപ് എന്നിവർക്കുള്ള പങ്ക് എന്താണ്? ഓവറായിട്ട് ഭാര്യ ഓവറായിട്ട് ഒരു കാര്യങ്ങളും ഇടപെടാറില്ല. സിനിമ കാണുന്നല്ലാതെ സിനിമയുടെ ഉള്ളിൽ ഏത് പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുന്ന ആ സ്ത്രീ വൈഫ് തന്നെ ആയിരിക്കും. കാര്യം വെച്ചാൽ നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത്, ഞാനിവിടെ ഇല്ലെങ്കിൽ വീട് നോക്കുന്നത്, കൃഷി നോക്കുന്നത്, കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് എനിക്ക് സമാധാനമായിട്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. മക്കള് വീട്ടിന്റെ ഒരു ടെൻഷൻ അധികം അനുഭവിക്കില്ല. അത് ആഭ്യന്തരമന്ത്രി മൂപ്പർ തന്നെയാണ്. ഈ മക്കളിൽ അരുൺ സിനിമയിലല്ല, പക്ഷെ അവനാണ് ഏറ്റവും നല്ല ക്രിട്ടിക്ക്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത്, ഞങ്ങൾ ഞാനും അഖിലും അനൂപും അവൻ്റെ അടുത്ത് കഥകൾ പറയും. അവൻ്റെ റിയാക്ഷൻ നമുക്കറിയാം ഈ സിനിമയിൽ സാധ്യതയുണ്ടോ ഇല്ലെന്നുള്ളത്. അച്ഛാ ഇത് ഒട്ടും ശരിയായില്ല എന്ന് ഞാൻ പറയും, പറയാറുണ്ട്. മറ്റേ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് നല്ലതാണെന്ന് പുള്ളി പറയും. അവൻ ഒരു നല്ല വീട്ടിനകത്ത് തന്നെ വിമർശകരുണ്ട്. വിമർശകൻ വെച്ചാൽ അവന് നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവനാണ്. അതെ 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 അതെ. മറ്റൊരു രണ്ടുപേരും സപ്പോർട്ട് ഷുവറായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് അഖിലിൻ്റെയും മനുവിൻ്റെയും ഒക്കെ നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറ്. ഇപ്പോൾ നമുക്ക് സിനിമ ചെയ്യുന്ന സമയത്ത് ചില ക്യാരക്ടർ ഇപ്പോൾ ശ്രീനിവാസനും ഞാൻ പ്രകാശം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ മകള് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഹൃദയപൂർവ്വം ചെയ്യുന്ന സമയത്തൊക്കെ ഇവരുടെ നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അത് നല്ലത് നമ്മൾ യൂസ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് പറ്റാത്തതായിരിക്കും. അവർ ചെയ്യുമ്പോൾ നന്നാവുന്ന സാധനം ഞാൻ ചെയ്യണമെന്നില്ല. അപ്പോൾ അതും തിരിച്ചു പറയാറുണ്ട്. തിരിച്ചും ഞാൻ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ലെങ്കിലും അവരുടെ കഥകൾ എന്നോട് പറയാറുണ്ട്. അവർ അച്ഛൻ്റെ അനുഭവം സിനിമകളും ഒക്കെ അവർക്ക് ഒരു പാഠശാലയാണല്ലോ. അതെ, അത് അവർ നോക്കിയെന്നല്ല. അപ്പോൾ അഖിലും അനൂപും രണ്ടുപേരും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അസോസിയേറ്റ്സ് ആയിരുന്നു. ഒരാൾ അഖില് സ്വന്തം പടം ചെയ്യുന്ന സ്ഥലത്ത് അനൂപ് വരും. അതിപ്പോൾ ഇനി അടുത്തൊരു സിനിമ ചെയ്യണമെങ്കിൽ ഇവർ ആരെങ്കിലും ഫ്രീ ആയിരിക്കണമെങ്കിൽ ഞാൻ അവരെ കൂടെ കൂട്ടും. അല്ല, എല്ലാം നോക്കി എല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കിയെങ്കിലും അവരവരുടെ വഴി സ്വീകരിക്കുകയും ചെയ്യും. അവരവരുടെ വഴി, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതാണ് അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പോൾ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമ അനൂപാണ് ആദ്യം ഡയറക്റ്റ് ചെയ്തത്. അവനാണ് ആദ്യം, പിന്നെയാണ് അഖില് ചെയ്തത്. അപ്പോൾ അനൂപ് വരനാവശ്യമുണ്ടെന്നതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ഒരു ഇൻ്റർവെൽ വരെയുള്ള പോർഷൻ എന്നെ കൊണ്ട് വായിച്ചു. അപ്പോൾ എനിക്കതിൽ കുറേ കറക്ഷൻസ് ഇല്ല. അപ്പോൾ ഇവൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇവൻ NID പഠിച്ചവനാണല്ലോ. അവൻ്റെ മേക്കിംഗ്, അവൻ്റെ സീൻസ് എഴുതിയിരിക്കുന്നതൊക്കെ ആ രീതിയിലാണ്, കട്ടിങ്ങും സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൽ കുറേ കറക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എന്നിട്ട് ഞാൻ കുറേ കറക്ഷൻസ് പറഞ്ഞു. അവൻ പറഞ്ഞു അതൊക്കെ ഞാൻ വരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയതാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് എൻ്റെ കയ്യിൽ അയച്ചില്ല, ഒരു കറക്ഷൻ ഇല്ലാതെ അവൻ്റെ സിനിമ എടുത്തു. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വരനാവശ്യമുണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് സിനിമയാണ്, അത് എൻ്റെ സ്റ്റൈലല്ല. അപ്പോൾ ഞാൻ അവരിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് കാര്യമില്ല. അവരവരുടെ വഴിക്ക്. അഖിലിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ സർവമായ എൻ്റെ അടുത്ത് ത്രെഡ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ടും ഒരു നല്ല കമേഴ്ഷ്യൽ സ്കോപ്പ് ആയിട്ടുണ്ടെന്നാണ്. അതൊരു പെട്ടെന്ന് ആരും ചിന്തിക്കാത്ത ഒരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരു ഗോസ്റ്റ് കൂടുക. നമ്മൾ കണ്ട സാമ്പ്രദായിക ഗോസ്റ്റ് അല്ല, അല്ലാത്തൊരു ഗോസ്റ്റ്. അത് ഭയങ്കര രസകരമുള്ള തോട്ടാണ്. കാര്യം എനിക്കും അവനും പ്രേതങ്ങളെ പേടിയുള്ള ഒരാളാണ്. അനൂപിനതില്ല. അഖിലും ഞാനും രാത്രി അങ്ങനെ അധികം പുറത്തിറങ്ങി നടക്കാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അവൻ ഈ പ്രേതത്തിൻ്റെ കഥ എഴുതിയത്. ഇപ്പോൾ ചില ദിവസം രാത്രി ഞാൻ രാത്രി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവൻ ഇവിടെ കിടന്ന് നടക്കുന്നതാണ്. അവൻ ഇവിടെ ഇരുന്നിട്ട് എഴുതുന്നത്. അപ്പോൾ എന്താണ്, അല്ല ഈ ഡെലുലുവിൻ്റെ ഒരു സംഭവം എഴുതിയിട്ട് അവൻ തന്നെ പേടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനത്തെ ചില തമാശകളുണ്ട് അത് അതിൻ്റെ പുറകിലുള്ളത്. ഇനി ഒരു ചോദ്യം കൂടി. സത്യൻ അന്തിക്കാടും ശ്രീനിവാസൻ അടുത്ത സുഹൃത്തുക്കൾ, രണ്ടുപേർക്ക് 2 ആൺമക്കൾ, രണ്ടുപേരും സിനിമയിൽ വരുന്നു. സിനിമയിൽ രണ്ടുപേരും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അംഗീകാരം നേടുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിച്ചപ്പോൾ ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂ അയക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ഒരു കോള് വിനീതിൻ്റെ ആയിരുന്നു.
ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് പുറത്തും ഒരു 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 കുടുംബപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാനും ശ്രീനിവാസനും ആഗ്രഹിച്ചിട്ടല്ല ഇവർ സിനിമ വന്നത്, വന്നു ചേരുകയായിരുന്നു. വന്നു ചേരുകയാണ്. ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾ ജനിച്ച് അവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മക്കൾ പഠിച്ച് വലിയ IAS കളക്ടർമാരോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, അവർക്ക് കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്നാണ്. അവരവരുടെ സ്വന്തം കഴിവുകൊണ്ട് അവർ ഒരു ഡയറക്ടറായി, നടനായി. അഖിലും അനുഭവം അതുപോലെ തന്നെ അവരുടെ സ്വന്തം ഈ എൻ്റെ ഒരു അഡ്രസ്സ് അവർക്ക് ഒരു 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 അറിയപ്പെടാനൊരു കാരണമായിട്ടുണ്ടാവാം. ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ തുടക്കത്തിൽ ഇന്നാളുടെ മക്കളാണെന്നുള്ളത്. അല്ലാതെ ഞാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു വാതിലും തുറന്നു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ തുറന്നു കൊടുത്ത കാര്യമില്ല. അവരെ സ്വന്തം കഴിവുകൊണ്ട് തെളിയിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പം ഞാനും ശ്രീനിവാസനും ഇടയ്ക്ക് അങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്തൊരു തലമുറ നമ്മുടെ കുടുംബത്തിങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകനും മകളും മമ്മൂട്ടിയുടെ മകൻ നായകനാവുന്നു. അപ്പോൾ ഒരു ഒരു ഫാസിലിൻ്റെ മകൻ വലിയ ഹീറോയി മാറുന്നു. ഈ വന്നവരൊന്നും മോശമായില്ല. ഇപ്പോൾ പ്രിയദർശൻ്റെ മോള് നായിക ചെയ്യുന്നു, മോൻ EFX വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു തലമുറയിൽ ജനറേഷനിലുള്ള ആൾക്കാർ നോക്കുമ്പോൾ താഴെ വേറൊരു ഗ്യാങ് വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പ്രത്യേകിച്ച് സഹായം കൊണ്ടല്ല, പക്ഷെ അവരത് ജെന്യുവൻ താല്പര്യമുള്ളതുകൊണ്ടും പിന്നെ സ്വാഭാവികമായിട്ടും അവർ വളരുന്നത് ഈ സാഹചര്യത്തിലാണല്ലോ. ഇപ്പോൾ സിനിമ എൻ്റെ മക്കളായാലും ശ്രീനിവാസൻ്റെ മക്കളായാലും ഫാസിലിൻ്റെ മക്കളായാലും അവർ ജീവിക്കുന്നത് അവർ ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് സിനിമക്കാര്യങ്ങൾ സംസാരിക്കും, സിനിമക്കാരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ പിള്ളേർ ഒരിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അഖിലേനും താഴെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നിട്ട് പറയും, എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതാണ്, നിങ്ങൾ അങ്ങനെ എന്ന് വെച്ചാൽ മമ്മൂട്ടി വരാറുണ്ട്, മോഹൻലാൽ വരാറുണ്ട്. വന്ന് ലാൻഡ് ഫോണാണ്. അപ്പോൾ മമ്മൂട്ടിയോ ലാലോറ്റ വിളിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന പലപ്പോഴും വരായിരിക്കും. അപ്പോൾ അവർക്ക് അതിൽ വലിയൊരു ഇത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അവരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ അത്ഭുതമല്ലേ, മോഹൻലാലിൻ്റെ കോള് വരുന്നു, മമ്മൂട്ടിയുടെ കോള് വരുന്നു എന്നൊക്കെ. അപ്പോൾ ഇവർ ജീവിക്കുന്ന മുഴുവൻ ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതൊരു അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും. നമുക്കിത് അവസാനിപ്പിക്കാം. ജനൈകം ഓണം വിശേഷാപ്രതിക്ക് വേണ്ടിയാണ് സാറിന്റെ അഭിമുഖം തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഓണം കാലഘട്ടത്തിലെ കേരളത്തിലെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കേരളത്തിന്റെ സംസ്കാരം വിളിച്ചോറുന്ന ഒരിതാണ്. ഇത് രാഷ്ട്രീയമില്ല, മതമില്ല, വർഗീയതയില്ല, ഒന്നുമില്ലാതെ മലയാളിയുടെ ഒരു ഒരുമയുടെ സന്ദേശമാണ് ഓണം. അതെ അതെ അതെ. ഓണം എന്ന് പറയുന്നത് ഈ നമ്മളെപ്പോഴും ഓണം ആഘോഷിക്കുക എന്നാണല്ലോ പറയുന്നത്. ഓണം എന്ന് പറയുന്നത് ഓണക്കാലം ഒരു സമൃദ്ധിയുടെയും സന്തോഷത്തിനും ദുഃഖങ്ങളെ മറന്നിട്ട് സന്തോഷത്തിന് വിജയം കിട്ടുന്ന ഒരവസരമാണ്. അപ്പോൾ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള നിറങ്ങളാണ്, പൂക്കളും പ്രകൃതിയും. നമുക്ക് ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഓണക്കാലം വരാനായിരുന്നു. അന്ന് ഓണക്കാലമൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓണക്കാലം നമ്മളെപ്പോഴും അന്ന് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ ഓണപ്പതിപ്പുകളുടെ കാലം കാത്തിരുന്ന ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ഓരോ ഓണപ്പതിപ്പുകളായിരിക്കും ഏറ്റവും നല്ല സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും. സൂക്ഷിച്ചു വയ്ക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് ഓണമെന്നും നമ്മളെ പ്രചോദിപ്പിക്കുന്ന, മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്സവമാണ്. സന്തോഷം. താങ്ക് യു.